വെൽക്കം ടു ദിശ അക്കാഡമി. അപ്പോൾ നമ്മളിന്ന് SSC റെയിൽവേ എക്സാം സീരീസിൻ്റെ ഭാഗമായിട്ട് നമ്മളിന്ന് ഹിസ്റ്ററിയിൽ നിന്നും അതും ഏൻഷ്യൻ്റ് ഹിസ്റ്ററിയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക് നമ്മളിന്നിവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതായത് നമ്മുടെ ഏൻഷ്യൻ്റ് ഹിസ്റ്ററിയിൽ ഇപ്പം നമ്മൾ ഈ കഴിഞ്ഞ ഒരു 3-4 വർഷത്തെ ചോദ്യപേപ്പർ നമ്മൾ അനലൈസ് ചെയ്തപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഭാഗമാണ് ഈ ഏൻഷ്യൻ്റിലെ ഡൈനാസ്റ്റികളെ പറ്റി. ഏൻഷ്യൻ്റിലെ ഡൈനാസ്റ്റികളിൽ നിന്നും ധാരാളം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് എക്സാമിന് വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മുടെ റിക്വസ്റ്റ് ചെയ്തൊരു കാര്യമാണ് ഏൻഷ്യൻ്റ് ഡൈനാസ്റ്റിയെ പറ്റിയുള്ള വീഡിയോസ് ചെയ്യണമെന്ന്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ റെയിൽവേ എക്സാം സീരീസിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലെ ഏൻഷ്യൻ്റ് ഡൈനാസ്റ്റികളെ പറ്റിയുള്ള ഒരു സീരീസ് ഇവിടെ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറയാൻ പോകുന്ന അതായത് ഇന്ത്യ ഭരിച്ച പ്രധാനപ്പെട്ട ഏൻഷ്യൻ്റ് ഡൈനാസ്റ്റികളാണ്. ഇനി ഞാൻ അതിലോട്ട് കടക്കുന്നതിന് മുന്നേ തന്നെ ആദ്യമേ തന്നെ എന്തൊക്കെ ചോദ്യങ്ങളാണ് നമുക്ക് ഈ ഡൈനാസ്റ്റിയിൽ നിന്നും വരുന്നത് അല്ലേ? നമ്മളിപ്പം ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ പഠിച്ച് വേണം എപ്പോഴും എവിടെ പോകാൻ, ഒരു എക്സാം ഹാളിലോട്ട് പോകാൻ അല്ലേ? ചുമ്മാ വലിച്ചു വാരി പഠിച്ചിട്ട് കാര്യമില്ല അല്ലേ? നമ്മൾ എന്താണെന്ന് സെലക്ട് ചെയ്ത് എന്ത് ചെയ്യണം, പഠിക്കണം. അപ്പോൾ ഏൻഷ്യൻ്റ് ഹിസ്റ്ററിയിൽ നിന്നും അതായത് ഡൈനാസ്റ്റിയിൽ നിന്നും നമുക്ക് മെയിനായിട്ടും ചോദിക്കുന്നത് 1-2 സാധനങ്ങളാണ്. ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പഠിക്കുന്നത് ഏതൊരു ഡൈനാസ്റ്റി ആണെങ്കിലും ആ ഒരു ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ കൃത്യമായി എന്ത് ചെയ്യുക, പഠിച്ചിരിക്കുക. നിങ്ങൾ ഏതൊരു ഡൈനാസ്റ്റി പഠിച്ചാലും ആ പർട്ടിക്കുലർ ഡൈനാസ്റ്റിയുടെ സ്ഥാപകൻ ഫൗണ്ടർ ആരാണെന്ന് വളരെ കൃത്യമായി എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ പഠിക്കുന്നത് ഏതൊരു ഡൈനാസ്റ്റി ആണെങ്കിൽ ആ പർട്ടിക്കുലർ ഡൈനാസ്റ്റിയുടെ ക്യാപിറ്റൽ എവിടെയാണ് ആ വരുന്ന ഡൈനാസ്റ്റിയുടെ ക്യാപിറ്റൽ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചില ഡൈനാസ്റ്റികൾക്ക് ചിലപ്പം 1, 2, 3 2-ൽ കൂടുതലും ചിലപ്പോൾ 2, 3, 4 ക്യാപിറ്റൽ വരെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡൈനാസ്റ്റിക്ക് ഇപ്പം 3 ക്യാപിറ്റൽ വരെ ഉണ്ടെങ്കിൽ ആ 3 ക്യാപിറ്റലും പഠിക്കണം. അത് ഓർഡറായി തന്നെ പഠിക്കണം. കാരണം എക്സാമിന് ഇങ്ങനെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇപ്പം ഈ എക്സ് എന്ന് പറയുന്ന ഡൈനാസ്റ്റിയുടെ സെക്കൻഡ് ക്യാപിറ്റൽ ഏതാണെന്ന് ചോദിക്കും. അതിൻ്റെ അർത്ഥം ആ എക്സ് എന്ന് പറഞ്ഞ ഡൈനാസ്റ്റിയുടെ സെക്കൻഡ് ക്യാപിറ്റൽ തന്നെ എഴുതണം. പക്ഷേ അവിടെ ഓപ്ഷനിൽ ഞാൻ ഫസ്റ്റ് ക്യാപിറ്റലും വരെ കണ്ടിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ എക്സ് എന്ന ഡൈനാസ്റ്റിയുടെ ഫസ്റ്റ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അതും ഓപ്ഷനിൽ കാണും. പക്ഷെ അത് എടുത്താൽ ശരിയാവില്ല. കാരണം എന്താ, ക്വസ്റ്റ്യൻ എടുത്ത് ചോദിച്ചിട്ടുണ്ട്. എന്താ ചോദിച്ചത്, സെക്കൻഡ് ക്യാപിറ്റൽ എന്ന്. സോ ക്യാപിറ്റൽ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, 2-ൽ കൂടുതൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ എന്ത് പഠിച്ചിരിക്കുക, കൃത്യമായി തന്നെ അത് ഓർഡറിൽ തന്നെ ക്യാപിറ്റൽസ് പഠിക്കുക. ഇതാണ് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ, ഈ പഠിക്കുന്ന പർട്ടിക്കുലർ ഡൈനാസ്റ്റിയുടെ ലാസ്റ്റ് റൂളർ, നമ്മൾ പറഞ്ഞു ഫസ്റ്റ് റൂളർ ഫൗണ്ടർ പോലെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കുക ആരാണ് ആ പർട്ടിക്കുലർ ഡൈനാസ്റ്റിയിലെ അവസാനത്തെ റൂളർ കേട്ടോ. ഫൗണ്ടറും ലാസ്റ്റ് റൂളറും അത് കൃത്യമായി എന്ത് ചെയ്യുക, പഠിച്ചിരിക്കുക. ദെൻ ഏറ്റവും ലാസ്റ്റ്, ആ ഡൈനാസ്റ്റിക്കുള്ളിൽ വളരെ ഫേമസ് ആയ ഏതെങ്കിലും രാജാക്കന്മാർ കാണും അല്ലേ? നമ്മളിപ്പോൾ ഏത് ഡൈനാസ്റ്റിയാണോ പഠിക്കുന്നത് ആ പർട്ടിക്കുലർ ഡൈനാസ്റ്റിക്കുള്ളിൽ എന്തെങ്കിലും ഫേമസ് ആയിട്ടുള്ള രാജാവ് കാണും. അപ്പോൾ ഫേമസ് ആയി കാണണമെന്നൊരു നിർബന്ധമില്ല, പക്ഷേ അതിൻ്റെ അകത്ത് ആരെങ്കിലും കാണും. ഇനി കാണുമെങ്കിൽ അങ്ങനെ ഫേമസ് ആയ രാജാവാണ്, അദ്ദേഹം എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അദ്ദേഹം ചിലപ്പോൾ ഒരു ക്ഷേത്രം കെട്ടിയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും മോണമെൻറ്റ്സ് കെട്ടിയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ടായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള രാജാവാണ് പുള്ളിക്കാരൻ എന്ത് ചെയ്യണം, എടുത്തു പഠിച്ചിരിക്കണം കേട്ടോ. നമുക്ക് ഈ ഒരു ഇത്രയും മേഖലയിൽ നിന്നാണ് ഈ ഏൻഷ്യൻ്റ് ഡൈനാസ്റ്റിയിൽ നമുക്ക് എന്ത് ചോദിക്കാറുള്ളത്, ചോദ്യങ്ങൾ വരാറുള്ളത് കേട്ടോ. ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്ന ഡൈനാസ്റ്റി നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ വേദകാലഘട്ടത്തിൻ്റെ അവസാനം ഇന്ത്യയിൽ ഒരുപാട് രാഷ്ട്രങ്ങൾ രൂപപ്പെട്ടു, വലിയ വലിയ രാഷ്ട്രങ്ങൾ ഇന്ത്യയിൽ രൂപപ്പെട്ടു. അത് നമ്മളൊരു പേരിട്ട് വിളിച്ചു, മഹാജനപദകൾ എന്നാണ് വിളിച്ചിരുന്നത്. അത് നമ്മൾ വിളിച്ചിരുന്ന പേരെന്തായിരുന്നു, മഹാജനപദാസ എന്നായിരുന്നു കേട്ടോ. അങ്ങനെ എത്ര മഹാജനപദകൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നെന്നറിയോ? ഇന്ത്യയിൽ 16 മഹാജനപദാസ് ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ എത്ര മഹാജനപദാസ് ഉണ്ടായിരുന്നു? 16 മഹാജനപദകൾ എവിടെ ഉണ്ടായിരുന്നു? ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ആ 16 ഏറ്റവും വലിയ രാഷ്ട്രം, ഏറ്റവും ശക്തരായ രാഷ്ട്രം, അവരെയാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത്. അവരുടെ പേരാണ് മഗധ എംപയർ എന്ന് പറയും. നമ്മൾ പഠിക്കാൻ പോണ ആദ്യത്തെ സാമ്രാജ്യമാണ് മഗധ സാമ്രാജ്യം. നമ്മുടെ 16
മഹാജനപദകളിൽ ഏറ്റവും ശക്തരായ ഫേമസ് ആയ ഒരു രാഷ്ട്രമാണ് ഇത് മഗധ. മഗധ അഥവാ മഗധയ്ക്ക് ഇന്ന് ഏത് സ്ഥലം, ഈ മഗധ ഇന്ന് അറിയപ്പെടുന്ന പേരെന്നറിയൂ? നമ്മുടെ ബീഹാറാണ്. നമ്മുടെ ബീഹാറിൻ്റെ പഴയ പേരാണ് എന്ത്? മഗധ എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ ബീഹാറില്ലേ, ബീഹാർ സ്റ്റേറ്റ്, അതിൻ്റെ പഴയ പേരാണ് എന്ത്? മഗധ. ഈ മഗധ സാമ്രാജ്യത്തെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഫസ്റ്റായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? നമ്മൾ പഠിക്കുന്ന ആദ്യത്തെ എംപയർ മഗധ എംപയർ. ഈ മഗധ എന്ന് പറയുന്ന സാമ്രാജ്യം എടുത്താൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ 3 വംശത്തിലുള്ളവരാണ് ഇത് ഭരിച്ചിട്ടുള്ളത് കേട്ടോ. ഈ മഗധ എന്ന് പറയുന്ന സാമ്രാജ്യം എടുത്താൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ 3 ഡൈനാസ്റ്റിയിലുള്ളവരാണ് ഇത് ഭരിച്ചിട്ടുള്ളത്. ഏതൊക്കെയെന്നറിയോ? ഫസ്റ്റ് വൺ ഹരിയങ്ക എന്ന് പറയുന്ന വംശം. ആദ്യത്തെ വംശം ഏതാണ്? നമ്മൾ ഈ കാണുന്ന ഹരിയങ്ക വംശം. ഹരിയങ്കയാണ് മഗധ ഭരിച്ച ഫസ്റ്റ് ഡൈനാസ്റ്റി. അത് കഴിഞ്ഞ് ഹരിയങ്കയ്ക്ക് ശേഷം വന്ന രണ്ടാമത്തെ ഡൈനാസ്റ്റിയാണ് ശിശുനാഗ ഡൈനാസ്റ്റി. അത് കഴിഞ്ഞ് മൂന്നാമത്തെ ഡൈനാസ്റ്റിയാണ് നന്ദ ഡൈനാസ്റ്റി. അങ്ങനെ 3 വംശങ്ങളാണ് മഗധ ഭരിച്ചിട്ടുള്ളത് കേട്ടോ. മഗധ എത്ര വംശങ്ങളാണ് ഭരിച്ചത്? 3 വംശം. ഏതൊക്കെയാണ്? ഫസ്റ്റ് നമ്മൾ കണ്ടു ആരാണ്? ഹരിയങ്ക ഡൈനാസ്റ്റി. സെക്കൻഡ് ആരാണ്? ശിശുനാഗ ഡൈനാസ്റ്റി. മൂന്നാമത് ആരാ? നന്ദ ഡൈനാസ്റ്റി. ഇങ്ങനെ 3 വംശത്തിലുള്ളവരാണ് ഏത് ഭരിച്ചത്? ഈ മഗധ എന്ന് പറയുന്ന സാമ്രാജ്യം ഭരിച്ചത്. അപ്പോൾ നമുക്ക് 3 ഡൈനാസ്റ്റി തന്നെ മഗധയ്ക്കുള്ളിലുണ്ട്. സോ 3 ഡൈനാസ്റ്റിയും എന്ത് പഠിച്ചിരിക്കണം? ഫൗണ്ടർ പഠിച്ചിരിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. മഗധയിലെ ഫസ്റ്റ് റൂളർ, മഗധയിലെ ആദ്യത്തെ റൂളർ ആരെന്ന് നോക്കടാ? മഗധയിലെ ആദ്യത്തെ റൂളർ, അത് മഗധയുടെ ഫസ്റ്റ് വംശമാണ് ഏത്? ഹരിയങ്ക വംശം. ആരാണ് ഹരിയങ്കയുടെ ഫൗണ്ടർ? ഹരിയങ്ക ഡൈനാസ്റ്റിയുടെ ഫൗണ്ടറിൻ്റെ പേരാണ് ബിംബിസാരൻ. ഹരിയങ്ക വംശത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ബിംബിസാരനാണ്. അത് മഗധയുടെ ഫസ്റ്റ് റൂളർ. മഗധയുടെ ഫസ്റ്റ് റൂളർ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ബിംബിസാരനാണ്. ബിംബിസാരനാണ് ഹരിയങ്ക വംശത്തിൻ്റെ സ്ഥാപകൻ കേട്ടോ. അത് മാത്രമല്ല, എവിടെയായിരുന്നു മഗധയുടെ ഫസ്റ്റ് ക്യാപിറ്റൽ? മഗധയുടെ ഫസ്റ്റ് ക്യാപിറ്റൽ വരുന്നത്, അത് ബിംബിസാറിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് രാജഗൃഹമായിരുന്നു. എവിടെയായിരുന്നു? രാജഗൃഹം. അപ്പം നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ ഏൻഷ്യൻ്റ് ഹിസ്റ്ററിയിൽ നമ്മൾ പഠിക്കുന്ന ആദ്യത്തെ ക്യാപിറ്റൽ സിറ്റിയാണ് ഏത്? രാജഗൃഹം. ആരുടെ തലസ്ഥാനമാണ് രാജഗൃഹം? മഗധയിലെ ഹരിയങ്ക വംശത്തിലെ ബിംബിസാരൻ്റെ തലസ്ഥാനമാണ് ഏത്? രാജഗൃഹം. ഈ രാജസ്ഥലത്ത് ഒരു പ്രത്യേകതയുണ്ട്. ഈ രാജഗൃഹം എന്ന സ്ഥലം ഇരിക്കുന്നത് 5 കുന്നുകൾക്ക് നടുവിലായി സ്ഥിതി ചെയ്യുന്ന ഒരു നഗരമാണ് കേട്ടോ. ഈ രാജ്യത്തിന് ചുറ്റും നോക്കിയാൽ 5 വലിയ കുന്നുകളുണ്ട്. 5 കുന്നുകൾക്ക് ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നഗരമാണ് ഏത്? രാജഗൃഹം. മഗധയുടെ ഫസ്റ്റ് ക്യാപിറ്റലാണ് ഏത്? ഈ രാജഗൃഹം എന്ന് പറയുന്നത്. ആരുടെ ക്യാപിറ്റൽ? ബിംബിസാരൻ്റെ ക്യാപിറ്റൽ. അതുപോലെ തന്നെ ബിംബിസാറിൻ്റെ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന വളരെ ഫേമസ് ആയ ഒരു ഫിസിഷ്യനായിരുന്നു ജീവക എന്ന് പറയുന്നത് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിംബിസാറിൻ്റെ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന വളരെ ഫേമസ് ആയൊരു ഫിസിഷ്യൻ ആയിരുന്നു ആര്? ജീവക എന്ന് പറയുന്ന. അപ്പോൾ ചോദിക്കും, ജീവക ആരുടെ കോർട്ട് ഫിസിഷ്യനാണ്? ആരുടെ? ബിംബിസാരൻ്റെ കോർട്ട് ഫിസിഷ്യൻ്റെ പേരാണ് എന്ത്? നമ്മുടെ ജീവക എന്ന് പറയുന്ന. ജീവക ആരുടെ കോർട്ട് ഫിസിഷ്യനാണ്? ബിംബിസാരൻ്റെ കോർട്ട് ഫിസിഷ്യനാണ് ആര്? ജീവക എന്ന് പറയുന്നത്. ഇനി വേറൊരു സംഭവം എന്ന് വെച്ചാൽ, ഈ ബിംബിസാരൻ്റെ കാലഘട്ടത്തിൽ ആണ്, അതായത് അദ്ദേഹം ഭരിക്കുന്ന ആ കാലഘട്ടത്തിലാണ് നമ്മുടെ ബുദ്ധൻ ജീവിച്ചിരുന്നത്. ബുദ്ധൻ്റെ അതേ കാലഘട്ടത്തിലാണ് ആര് ഭരിക്കുന്നതും? ബിംബിസാരൻ ഭരിക്കുന്ന കാലഘട്ടം. അതുകൊണ്ട് തന്നെ ഈ ബുദ്ധനെ പിന്നീട് ഫ്യൂച്ചറിൽ ബുദ്ധനെ എന്താണ് നോക്കിയ ഫിസിഷ്യൻ്റെ പേര് നിങ്ങൾ നോക്കിയാലും കാണാം, ജീവകയാണ്. അതായത് ജീവകയെ നമ്മുടെ ബിംബിസാരൻ ബുദ്ധനെ നോക്കാനായി പറഞ്ഞു വിട്ടു എന്നും കഥകളിൽ പറയുന്നുണ്ട്. കാരണം ഒരേ ടൈമാണ് ബിംബിസാറിൻ്റെ അതേ കാലഘട്ടത്തിലാണ് ആര് ജീവിച്ചിരുന്നതും? ബുദ്ധൻ ജീവിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ബുദ്ധനെ നോക്കിയത് ഈ ജീവകയെന്നും പറയുന്നുണ്ട്. ഓക്കെ. ഇനി ഈ ബിംബിസാറിന് 3 ഭാര്യമാരാണ് ഉണ്ടായിരുന്നത്. അതിൽ ഏറ്റവും മൂന്നാമത്തെ ഭാര്യ ചെല്ലന എന്ന് പറയുന്ന റാണി. ഈ ചെല്ലനയിൽ നമ്മുടെ ബിംബിസാറിന് ഒരു മകൻ ജനിച്ചു. ചെല്ലനയിൽ ബിംബിസാറിന് ജനിച്ച മകൻ്റെ പേരാണ് അജാതശത്രു കേട്ടാ. ചെല്ലനയിൽ ബിംബിസാറിന് ജനിച്ച ബിംബിസാറിൻ്റെ തന്നെ മകനാണ് ആര്? ഈ അജാതശത്രു. അജാതശത്രു എന്ത് ചെയ്തെന്നറിയോ? അജാതശത്രു ബിംബിസാറിനെ കൊന്ന് അധികാരം പിടിച്ചെടുക്കും കേട്ടാ. ശ്രദ്ധിക്കുക. അതായത് ബിംബിസാറിൻ്റെ ആരാണ്? മകൻ അല്ലെ, ബിംബിസാരൻ്റെ മകനാണ് ആര്? അജാതശത്രു.
ഈ അജാതശത്രുവിനെ അല്ലേ, ഈ അജാതശത്രു ആരാ? ബിംബിസാരനെ. അത് മകൻ അച്ഛനെ കൊന്ന് അല്ലേ, നമ്മുടെ ചരിത്രത്തിൽ ആദ്യമായി അച്ഛനെ കൊന്ന് അധികാരം പിടിച്ചെടുത്ത മകനാണ് ആര്? അജാതശത്രു. ബിംബിസാറിനെ കൊന്ന് അധികാരം പിടിച്ചെടുത്തു ആര്? അജാതശത്രു. കേട്ടാ, അപ്പൊ അച്ഛനായ ബിംബിസാറിനെ കൊന്നാണ് അജാതശത്രു അധികാരത്തിലേക്ക് വരുന്നത്. പക്ഷെ എന്ത് ചെയ്യാനാണ്, അധികാരത്തിൽ വന്ന് കുറച്ച് കാലങ്ങൾ കഴിഞ്ഞതും അദ്ദേഹത്തിന് ഒരു പശ്ചാത്താപം ഉണ്ടായി. എന്ത് തന്നെയാണെങ്കിലും അച്ഛനെ കൊന്നാണ് അധികാരത്തിൽ വന്നത് അല്ലേ. ആ പശ്ചാത്താപത്താൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ചാൽ അദ്ദേഹത്തിന്റെ അധികാരം അദ്ദേഹത്തിന്റെ മകന് കൈമാറും. അദ്ദേഹത്തിന്റെ മകന്റെ പേരാണ്, അജാതശത്രുവിന്റെ മകന്റെ പേരാണ് ഉദയൻ. ആരാണ്? ഉദയൻ. അജാതശത്രുവിന്റെ മകന്റെ പേര്, അജാതശത്രുവിന്റെ മകന്റെ പേരാണെന്ത്? ഉദയൻ. ഉദയൻ അധികാരം കൈമാറുകയും അജാതശത്രു ബുദ്ധമതം സ്വീകരിക്കുകയും ചെയ്തു. അജാതശത്രു എന്ത് മതം സ്വീകരിച്ചു? ബുദ്ധമതം. നമ്മൾ ബുദ്ധമതവുമായി ബന്ധപ്പെട്ട് അല്ലേ, ബുദ്ധിസത്തിന്റെ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടേ. നമുക്ക് മുമ്പ് ബുദ്ധിസം ജൈനിസത്തിന്റെ ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ബുദ്ധിസത്തിന്റെ ക്ലാസ് നമ്മൾ ചെയ്തപ്പോൾ ബുദ്ധിസ്റ്റ് കൗൺസിലുകളെ പറ്റി നമ്മൾ പഠിച്ചതാണ് അല്ലേ. ബുദ്ധമത സമ്മേളനങ്ങൾ ഓർമ്മയുണ്ടോ? ഒന്നാം ബുദ്ധമത സമ്മേളനം വിളിച്ചു കൂട്ടിയ രാജാവ് ആരായിരുന്നു? ഫസ്റ്റ് ബുദ്ധിസ്റ്റ് കൗൺസിൽ വിളിച്ചു കൂട്ടിയ രാജാവ് അത് ഈ അജാതശത്രു ആയിരുന്നു അല്ലേ. നമ്മുടെ കഥ ഒന്ന് ഓർത്ത് നോക്കൂ. നമ്മൾ ബുദ്ധിസം ജൈനിസം പഠിച്ചതാണല്ലേ. ആ സമയത്ത് നമ്മൾ പറഞ്ഞതാണ് ഫസ്റ്റ് ബുദ്ധിസ്റ്റ് കൗൺസിൽ വിളിച്ചു കൂട്ടിയ രാജാവ് ആരായിരുന്നു? അജാതശത്രുവ അല്ലേ. അപ്പൊ എന്തുകൊണ്ടാ, എന്ത് കാരണത്താൽ, എന്തായിരുന്നു അദ്ദേഹം ചെയ്ത തെറ്റ്? സ്വന്തം അച്ഛനായ ബിംബിസാറിനെ കൊന്നാണ് അധികാരത്തിലേക്ക് ആര് വന്നത്? അജാതശത്രു. അതുകൊണ്ടാണ് അദ്ദേഹം എന്താണ് അധികാരം പിന്നീട് വേണ്ടെന്ന് വെക്കുകയും ബുദ്ധമതം സ്വീകരിക്കുകയും ഫസ്റ്റ് ബുദ്ധിസ്റ്റ് കൗൺസിൽ അല്ലേ വിളിച്ചു കൂട്ടുകയും ചെയ്തു. എവിടാ ഓർമ്മയുണ്ടോ? എവിടെയായിരുന്നടാ? രാജഗൃഹം അല്ലേ. നമ്മൾ പഠിച്ചതാണ് ഫസ്റ്റ് ബുദ്ധിസ്റ്റ് കൗൺസിൽ നടന്നത് രാജഗൃഹത്തിലാണ്. അപ്പൊ എന്തുകൊണ്ട് രാജഗൃഹം? രാജഗൃഹം അവരുടെ ക്യാപിറ്റൽ അല്ലേ. ബിംബിസാരന്റെയും അജാതശത്രുവിന്റെ ഒക്കെ തലസ്ഥാനം എവിടെയായിരുന്നു? രാജഗൃഹമായിരുന്നു അല്ലേ. ബിംബിസാറിന്റെയും അജാതശത്രുവിന്റെയും ക്യാപിറ്റൽ എവിടെയായിരുന്നു? രാജഗൃഹമായിരുന്നു. അതുകൊണ്ടാണ് അജാതശത്രു ഫസ്റ്റ് ബുദ്ധിസ്റ്റ് കൗൺസിൽ എവിടെ വിളിച്ചു കൂട്ടിയത്? ഈ രാജഗൃഹത്തിൽ വിളിച്ചു കൂട്ടിയത്. ഓക്കെ, അപ്പൊ അതിനുശേഷം ആരാ അധികാരത്തിൽ വന്നത്? നമ്മുടെ ഉദയൻ വന്നു അല്ലേ. അത് അജാതശത്രുവിന്റെ മകനായ ഉദയൻ വരികയും ഉദയൻ പുതിയൊരു സിറ്റി ബിൽഡ് ചെയ്തു. അതിനെന്താക്കി മാറ്റി? ക്യാപിറ്റലാക്കി മാറ്റി. ഏതാണ് ഉദയൻ കിട്ടിയ പുതിയ ബിൽഡിംഗ്, പുതിയ സിറ്റി എന്നറിയോ? അതിന്റെ പേരാണ് പാടലിപുത്ര അഥവാ ഇന്നത്തെ പാറ്റ്ന അല്ലേ. നമ്മുടെ ബീഹാറിന്റെ ഇന്നത്തെ തലസ്ഥാനമാണ് ഏത്? പാറ്റ്ന എന്ന് പറയുന്നത് അല്ലേ. ആ പാറ്റ്ന അല്ലെങ്കിൽ പഴയ ഏതാ? പാടലിപുത്ര എന്ന് പറയും. പാറ്റ്ന അഥവാ പഴയ പാടലിപുത്ര. ആ പാടലിപുത്ര ആര് നിർമ്മിച്ചു? ഉദയൻ നിർമ്മിച്ചു കേട്ടാ. എവിടാ? നമ്മുടെ ഇന്നത്തെ ബീഹാർ. ഈ പാടലിപുത്ര സ്ഥലത്തിന് പ്രത്യേകതയുണ്ട്. ഈ പാടലിപുത്രയിൽ വെച്ചാണ് നമ്മുടെ പാടലിപുത്രയിലെ പാറ്റ്നയിലെ നദി ആരെന്നറിയോ? നമ്മുടെ പാറ്റ്നയിലെ വലിയ നദിയാണ് നമ്മുടെ ഗംഗാ നദി അല്ലേ. ഗംഗ ഒഴുകുന്ന ഒരു സിറ്റിയാണ് പാറ്റ്ന. ഈ പാറ്റ്നയിൽ വെച്ച്, പാറ്റ്ന എന്ന് പറഞ്ഞാൽ പഴയ പാടലിപുത്ര, ഈ പാടലിപുത്രയിൽ ഗംഗയുമായി സോൺ എന്നൊരു നദി കൂടി ചേരും. ഇങ്ങനെ ട്രിബ്യൂട്ടറിയാ. ഗംഗാ നദിയുടെ പോഷക നദിയാണ് സോൺ. ഈ സോൺ നദി ഗംഗയുമായി ചേരുന്ന സ്ഥലമാണ് ഏത്? പാറ്റ്ന അഥവാ പഴയ പാടലിപുത്ര. ആ പാടലിപുത്ര നിർമ്മിച്ചത്, ബിൽഡ് ചെയ്തത് ആരാണ്? ഉദയനാണ്. മഗധയിലെ ഉദയനാണ് അത് നിർമ്മിക്കുകയും ക്യാപിറ്റൽ എങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു? പാടലിപുത്രയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്തു കേട്ടോ. അപ്പോൾ പാടലിപുത്ര ഇനി അങ്ങോട്ട് ഒരുപാട് ഡൈനാസ്റ്റികളുടെ തലസ്ഥാനമായൊരു സ്ഥലമാണ് ഏത്? ഈ പാടലിപുത്ര. ഇനി അങ്ങോട്ട് ഒരുപാട് ഏൻഷ്യന്റ് ഡൈനാസ്റ്റികളുടെ തലസ്ഥാനമാണ് പാടലിപുത്ര. ആ പാടലിപുത്ര ആദ്യമായി ക്യാപിറ്റലാക്കിയ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അത് മഗധയിലെ ഉദയനാണ്. ആരാണ്? ഉദയനാണ് അത് ബിൽഡ് ചെയ്ത് അതിനെന്താക്കി മാറ്റിയത്? ക്യാപിറ്റലാക്കി മാറ്റിയത്. അപ്പൊ ക്യാപിറ്റൽ മാറി അല്ലേ. രാജഗൃഹം ഫസ്റ്റ് ക്യാപിറ്റൽ അത് എങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു? സെക്കൻഡ് ക്യാപിറ്റൽ പാടലിപുത്ര. ഏതാണ്? പാടലിപുത്ര. അങ്ങനെ ഉദയന് ശേഷം ഉദയന്റെ മകൻ അധികാരത്തിൽ വരും. ഉദയന്റെ മകന്റെ പേരാണ് നാഗദശക കേട്ടോ. ഉദയന്റെ മകന്റെ പേരെന്താണ്? നാഗദശക. നാഗദശക അധികാരത്തിൽ വരും. പക്ഷേ നമ്മൾ ഇപ്പൊ കണ്ട ഈ റൂളേഴ്സ് പോലെ അല്ലായിരുന്നു നാഗദശക. നാഗദശക കുറച്ച് വീക്കായിട്ടുള്ള റൂളറായിരുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ നാഗദശകയുടെ മന്ത്രി എന്ത് ചെയ്യും?
കൊല്ലും. നാഗദശക ആര് കൊല്ലും? നാഗദശകയുടെ മന്ത്രിയുടെ പേരാണ് ശിശുനാഗൻ. നാഗദശകയുടെ മന്ത്രിയുടെ പേരെന്താണ്? ശിശുനാഗൻ. ഈ ശിശുനാഗൻ ആരെ കൊല്ലും? നാഗദശകയെ കൊന്ന് അധികാരം പിടിച്ചെടുക്കും കേട്ടോ. അപ്പൊ നാഗദശകയുടെ മന്ത്രിയാണ് ആര്? ശിശുനാഗൻ. അദ്ദേഹത്തിന്റെ ഡൈനാസ്റ്റി എന്ത് ചെയ്യും? രൂപീകരിക്കും. അതാണ് മഗധയിലെ രണ്ടാമത്തെ ഡൈനാസ്റ്റി. ഏതാണ് രണ്ടാമത്തെ ഡൈനാസ്റ്റി? ശിശുനാഗ ഡൈനാസ്റ്റി. ആരാ ഫൗണ്ടർ? ശിശുനാഗൻ. ശ്രദ്ധിക്കുക, ശിശുനാഗന്റെ ക്യാപിറ്റൽ നോക്ക്. നമ്മൾ കണ്ടതാണ് ഫസ്റ്റ് രാജഗ്രഹം. കുറച്ചു മുമ്പ് അത് പാടലീപുത്ര, വീണ്ടും ക്യാപിറ്റൽ മാറുന്നു. പുതിയ ക്യാപിറ്റൽ, മഗധയുടെ മൂന്നാമത്തെ ക്യാപിറ്റൽ ഏതാണ്? വൈശാലി. വീണ്ടും തലസ്ഥാനത്തെ മാറ്റുന്നു. പുതിയ തലസ്ഥാനം എങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു? വൈശാലിയിലേക്ക് കൊണ്ടുപോകുന്നു. വൈശാലി മഗധയുടെ അടുത്ത ക്യാപിറ്റൽ ആവുന്നു. ആരാ വൈശാലിയെ ക്യാപിറ്റൽ ആക്കിയത്? ശിശുനാഗൻ തലസ്ഥാനം എങ്ങോട്ടേക്ക് മാറ്റി? വൈശാലിയിലേക്ക് മാറ്റി. പാടലീപുത്രയിൽ നിന്നും വൈശാലിയിലേക്ക്. അതിനുശേഷം ശിശുനാഗന് ശേഷം അടുത്ത് വന്നത് ശിശുനാഗന്റെ മകനാണ്. ശിശുനാഗന്റെ മകന്റെ പേരാണ് കാലശോക. ആരാണ്? കാലശോക. നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ കാലശോകന്റെ പേര് ഇതിനു മുമ്പ്. എവിടെ? ബുദ്ധിസ്റ്റ് കൗൺസിൽ അല്ലേ? രണ്ടാം ബുദ്ധമത സമ്മേളനം. ഈ കണ്ടക്ട് സെക്കൻഡ് ബുദ്ധിസ്റ്റ് കൗൺസിൽ. നമ്മൾ പഠിച്ചതാണ്. ഒന്നാം ബുദ്ധമത സമ്മേളനം അജാതശത്രു, രണ്ടാം ബുദ്ധിസ്റ്റ് കൗൺസിൽ, സെക്കൻഡ് ബുദ്ധിസ്റ്റ് കൗൺസിൽ നടത്തിയത് എവിടെ വെച്ചായിരുന്നു? വൈശാലി അല്ലേ? എന്തുകൊണ്ടായിരുന്നു? ഇപ്പൊ നമ്മൾ നോക്കൂ, എന്തുകൊണ്ട് കാല അശോകൻ വൈശാലിയിൽ രണ്ടാം ബുദ്ധമത സമ്മേളനം വിളിച്ചുകൂട്ടി? കാരണം വൈശാലി അദ്ദേഹത്തിന്റെ തലസ്ഥാനമാണ് അല്ലേ? അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ ഏതാടാ? വൈശാലി. അതുകൊണ്ടാണ് വൈശാലിയിൽ എന്ത് കിടന്നത്? സെക്കൻഡ് ബുദ്ധിസ്റ്റ് കൗൺസിൽ. ആരാ? കാല അശോകൻ നടത്തിയത്. ഓക്കെ. പക്ഷെ പിന്നീട് അദ്ദേഹം എന്ത് ചെയ്യുന്ന വെച്ചാൽ അദ്ദേഹം തന്നെ വൈശാലിയിൽ നിന്നും വീണ്ടും ക്യാപിറ്റലിനെ ഷിഫ്റ്റ് ചെയ്യുന്നു. എങ്ങോട്ടേക്ക്? ഒരിക്കൽ കൂടി വീണ്ടും എവിടേക്ക് പോകുന്നു? പാടലീപുത്രയിലോട്ട് തന്നെ ക്യാപിറ്റൽ പോകുന്നു. ആര് കൊണ്ടുപോകുന്നു? കാല അശോകൻ. അപ്പൊ നോക്കിയാണ് മകളുടെ ഫസ്റ്റ് ക്യാപിറ്റൽ രാജഗൃഹം അല്ലെ? ബിംബിസാരന്റെയും അജാശത്രുവിൻ്റെയൊക്കെ ക്യാപിറ്റൽ രാജഗൃഹം. അജാശത്രുവിന്റെ മകൻ ഉദയൻ വന്നപ്പോൾ തലസ്ഥാനത്തെ മാറ്റി പുതിയ സിറ്റി ബിൽഡ് ചെയ്തത് പാടലീപുത്ര. പിന്നീട് ശിശുനാഗന്മാർ അധികാരത്തിൽ വന്നപ്പോൾ മൂന്നാമത്തെ ക്യാപിറ്റൽ വരുന്നു. അതേതാണ്? വൈശാലി. ദെൻ അതേ ശിശുനാഗയിലെ കാല അശോകൻ ഏറ്റവും ഒടുവിൽ ഒരിക്കൽ കൂടി ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്യുന്നു. എങ്ങോട്ടേക്ക് തന്നെ? വീണ്ടും പാടലീപുത്രയിലേക്ക് ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പൊ കാലാശോകനെ മറക്കല്ലേ കേട്ടാ. രണ്ടാം ബുദ്ധമത സമ്മേളനം വിളിച്ചു കൂട്ടിയ രാജാവാണ് ആര്? കാല അശോകൻ. ദെൻ കാല അശോകന്റെ മകൻ അധികാരത്തിൽ വരുന്നു. കാല അശോകന്റെ മകന്റെ പേരാണ് മഹാനന്ദിൻ കേട്ടാ. കാല അശോകന്റെ മകന്റെ പേരാണ് എന്ത്? മഹാനന്ദിൻ എന്ന് പറയും. അപ്പം കഥ ഇനി എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ മഹാനന്ദിന്, അതായത് കാല അശോകന്റെ മകനായ മഹാനന്ദിൻ ശിശുനാഗ ഡൈനാസ്റ്റിയിലെ ഇപ്പോഴത്തെ റൂളറാണ്. ഈ മഹാനന്ദിന് ഒരുപാട് ഭാര്യമാരുണ്ടായിരുന്നു. നമുക്കറിയാം പണ്ടൊക്കെ രാജാക്കന്മാർക്ക് ഒരുപാട് ഭാര്യമാർ കാണും. ആ ഒരു ഭാര്യമാരിൽ അനേകം മക്കൾ അവർക്ക് കാണും. അതിൽ തന്നെ ആൺമക്കളും കാണും. അതിലേറ്റവും കഴിവുള്ള ഒരു വ്യക്തിയായിരിക്കും ഫ്യൂച്ചറിൽ അവിടുത്തെ റൂളറായി വരുന്നത് അല്ലെ? ആ രാജാവിന് ശേഷം വരുന്നത് ആ ആൺമക്കളിൽ ഏറ്റവും കഴിവുള്ളവനായിരിക്കും അടുത്ത റൂളറായി വരുന്നത്. അപ്പോൾ ഈ മഹാനന്ദിന് ഒരുപാട് ആൺമക്കളുണ്ടായിരുന്നു. കാരണം ഒരുപാട് ഭാര്യമാരുണ്ട്, അതിൽ തന്നെ ഒരുപാട് ആൺമക്കൾ ആർക്കുണ്ടായിരുന്നു? മഹാനന്ദിനുണ്ടായിരുന്നു. ഇതിൽ സംഭവം എന്ന് വെച്ചാൽ ഈ മഹാനന്ദിന്, ഞാൻ നേരത്തെ നമ്മുടെ ഈ വേദകാലഘട്ടത്തിൽ നമ്മുടെ ഈ വർണ്ണ സിസ്റ്റത്തെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. വർണ്ണ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ജാതി വ്യവസ്ഥയാണ്. ഇന്ത്യയിൽ 4 ക്ലാസ്സായിട്ടായിരുന്നു ജാതി വ്യവസ്ഥ വന്നതല്ലേ? ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രർ. അതിൽ രാജാക്കന്മാർ ഏത് ക്ലാസ്സിൽ പെടുന്നവരാ? ഈ രാജാക്കന്മാരെന്ന് പറയുന്നത് യോദ്ധാക്കളും രാജാക്കന്മാരും എപ്പോഴും ക്ഷത്രിയന്മാരാണ് അല്ലേ? ക്ഷത്രിയന്മാരാണ് യോദ്ധാക്കളും രാജാക്കന്മാരും എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ നമ്മളിവിടെ കാണുന്ന ഈ രാജാക്കന്മാരെല്ലാം ക്ഷത്രിയന്മാരാണ് അല്ലേ? കാസ്റ്റ് വെച്ച് നോക്കിയാൽ അവരെല്ലാവരും ഏത് ക്ലാസ്സാണ്? ക്ഷത്രിയന്മാരാണ് രാജാക്കന്മാർ അല്ലേ? അപ്പോൾ ഈ മഹാനന്ദിന് ഈ ഒരുപാട് ഭാര്യമാരിൽ ഒരു ഭാര്യ, മഹാനന്ദിൻ്റെ ഒരു ഭാര്യ എന്ന് പറയുന്നത് ഒരു ശൂദ്ര സ്ത്രീയായിരുന്നു. പുള്ളിക്കൊരു അബദ്ധവശാൽ ഒരു ശൂദ്ര സ്ത്രീയിൽ മഹാനന്ദിന് എന്ത് ജനിച്ചു?
ഒരു മകൻ ജനിച്ചു. എടാ ശ്രദ്ധിക്കണം, മഹാനന്ദിന് ഒരു ശൂദ്ര സ്ത്രീയിൽ ഒരു മകൻ ജനിച്ചു കേട്ടാ. ആ മകൻ ജനിച്ചത് തൊട്ട് തന്നെ ഒരുപാട് അപമാനങ്ങൾ ഏറ്റാണ് ജീവിക്കേണ്ടി വന്നത് കേട്ടോ. ഒരുപാട് അപമാനം ഏറ്റായിരുന്നു ആ മകൻ എന്ത് ചെയ്ത് ജീവിച്ചു വന്നത്. കാരണം ആ മകന് എങ്ങനെയാ ജനിച്ചത്? മഹാനന്ദിനിൽ നിന്നും അബദ്ധവശാലാണ് ആ മകൻ എന്ത് ചെയ്ത് ജയിച്ചത് കേട്ടോ. പക്ഷെ അതുകൊണ്ട് തന്നെ ചെറുതിലേ തന്നെ വളരെ അപമാനമേറ്റാണ് ആ മകൻ വളർന്നു വന്നത്. അതുകൊണ്ട് തന്നെ ആ മകന് അച്ഛനായ മഹാനന്ദിനോട് എന്താണ് വല്ലാത്തൊരു പ്രതികാരമോഹം ഉണ്ടായിരുന്നു. അങ്ങനെ ആ മകൻ വളർന്ന് വലുതായി വന്ന് ആരെ കൊല്ലും? ഈ മഹാനന്ദിനെ കൊല്ലും കേട്ടാ. മഹാനന്ദിന്റെ മകൻ തന്നെ എന്ത് ചെയ്യും? കൊല്ലും കേട്ടാ. ആ മകന്റെ പേരാണ് മഹാപത്മനന്ദ കേട്ടാ. മഹാനന്ദിനെ കൊന്നു. അപ്പൊ നമുക്ക് കുറച്ചു മുമ്പ് നമ്മൾ കണ്ടതാണ് അജാതശത്രു അല്ലേ, അച്ഛനായ ബിംബിസാറിനെ കൊല്ലുന്നു. അതുപോലെ പിന്നീട് മഗധയിൽ ഒരിക്കൽ കൂടി ചരിത്രം എന്ത് ചെയ്യുന്നു? ഒരിക്കൽ കൂടി അതേപോലെ വരുന്നു. ആര്? മഹാപത്മനന്ദയുടെ അച്ഛനായ മഹാനന്ദിനെ കൊന്ന് അധികാരം പിടിച്ചെടുക്കുന്നു. മഹാപത്മനന്ദ അച്ഛനായ മഹാനന്ദിനെ കൊന്ന് അധികാരം പിടിച്ചെടുക്കുന്നു. അപ്പൊ ഇവിടെ എന്ത് ഡൈനാസ്റ്റി അവസാനിക്കുന്നു? ശിശുനാഗ ഡൈനാസ്റ്റി അവസാനിക്കുകയും അടുത്ത ഡൈനാസ്റ്റി, മൂന്നാമത്തെ ഡൈനാസ്റ്റി നന്ദ ഡൈനാസ്റ്റി. ആരാ ഫൗണ്ടർ? മഹാപത്മനന്ദ, ദ സൺ ഓഫ് മഹാനന്ദിൻ. മഹാനന്ദിന് ഒരു ശൂദ്ര സ്ത്രീയിൽ ജനിച്ച മകനാണ് ആര്? മഹാപത്മനന്ദ കേട്ടാ. ഈ മഹാപത്മനന്ദ വളരെ പവർഫുൾ ആയിട്ടുള്ള മഗധയിലെ തന്നെ ഒരു റൂളറായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷം ഇദ്ദേഹം ഒരുപാട് രാഷ്ട്രങ്ങളെ, ഞാൻ പറഞ്ഞില്ലേ മഹാജനപദയിൽ തന്നെയുള്ള പല രാഷ്ട്രങ്ങളുമായിട്ട് ആര് യുദ്ധം ചെയ്തു? മഹാപത്മനന്ദ യുദ്ധം ചെയ്യുകയും അവിടെയുള്ള പല രാജാക്കന്മാരെയും കൊന്ന് ആ പ്രദേശം ആര് പിടിച്ചെടുത്തു? മഹാപത്മനന്ദ പിടിച്ചെടുക്കുമെന്ന് പറയുമ്പോൾ അവിടെ മഗധ എന്തായി വന്നു? മഗധ വളർന്നു വലുതായി. അപ്പം മഹാപത്മനന്ദയുടെ കാലഘട്ടത്തിൽ മഗധ വലിയൊരു സാമ്രാജ്യമായിട്ട് എന്ത് ചെയ്തു? മാറുകയും ചെയ്തു കേട്ടാ. അത് മാത്രമല്ല, ഇദ്ദേഹം കൊന്ന രാജാക്കന്മാരില്ലേ, അവരൊക്കെ ക്ഷത്രിയന്മാരല്ലേ അല്ലേ? ഇദ്ദേഹം കൊന്ന പല രാഷ്ട്രത്തിലെയും രാജാക്കന്മാരാരാ? ക്ഷത്രിയന്മാരാ. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് ഒരു ടൈറ്റിൽ കിട്ടി. മഹാപത്മനന്ദയെ ഇങ്ങനെയാണ് കഥകളിൽ വിശേഷിപ്പിക്കുന്നത്: ഹി ഈസ് ദി ഡിസ്ട്രോയർ ഓഫ് ആൾ ക്ഷത്രിയാസ്. എല്ലാ ക്ഷത്രിയന്മാരുടെയും ഡിസ്ട്രോയർ ആരെന്ന് ചോദിച്ചാൽ, ഇതിപ്പോൾ ഇടയ്ക്ക് ലേറ്റസ്റ്റ് എക്സാമിൽ ചോദിച്ച ചോദ്യമായിട്ടാ. ഏത് മഗധ രാജാവാണ് ക്ഷത്രിയന്മാരുടെ ഡിസ്ട്രോയർ എന്നറിയപ്പെടുന്നത് കേട്ടാ? ആരാ? മഹാപത്മനന്ദയാ. കാരണം മഹാപത്മനന്ദ ഒരു ക്ഷത്രിയനല്ല അല്ലേ. അദ്ദേഹം പാർഷ്യലി ഒരു ക്ഷത്രിയനുമാണ്, പാർഷ്യലി ആരാണ്? ഒരു ശൂദ്രനുമാണ് അല്ലേ. കാരണം അദ്ദേഹത്തിൻ്റെ അമ്മ ആരാ? ഒരു ശൂദ്ര സ്ത്രീയായിരുന്നു അല്ലേ. അച്ഛനാരാ? ക്ഷത്രിയനായിരുന്നു. ആര്? മഹാനന്ദൻ അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹം മറ്റുള്ള രാജാക്കന്മാരെ അല്ലേ, ക്ഷത്രിയ രാജാക്കന്മാരെ കൊന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു ടൈറ്റിൽ കിട്ടി. ഹി ഈസ് ദി ഡിസ്ട്രോയർ ഓഫ് ആൾ ക്ഷത്രിയ. ഏത് മഗധ രാജാവാണ് ഏത് ക്ഷത്രിയനല്ലാതെ ഇരുന്നത്? ആരാണ്? അത് മഹാപത്മനന്ദയാണ്. അദ്ദേഹം പാർഷ്യലി ഒരു ക്ഷത്രിയനാണെങ്കിലും പാർഷ്യലി ആരായിരുന്നു? ഒരു ശൂദ്രനായിരുന്നു കേട്ടാ. അത് മാത്രമല്ല, ഇദ്ദേഹം പല ഡൈനാസ്റ്റികളെ തോപ്പിച്ച് പിടിച്ചെടുത്തത് കൂടി മഗധയുടെ കീഴിൽ ഒരുപാട് എന്ത് വന്നു? രാജ്യങ്ങൾ വന്നു. അത് മാത്രമല്ല, മഗധ വലിയൊരു എംപയറായിട്ട് മാറുകയും ചെയ്തു കേട്ടാ. മഗധ എന്ന് പറയുന്നത് വലിയൊരു എംപയറായി മാറുകയും മഹാപത്മനന്ദ ഇന്ത്യയുടെ ആദ്യത്തെ ഹിസ്റ്റോറിക്കൽ എംപററായി മാറുകയും ചെയ്തു. എന്താണ് ഈ എംപറർ എന്ന വാക്കിൻ്റെ അർത്ഥം? എംപറർ മീൻസ് എന്താ? എംപറർ എന്ന് പറഞ്ഞാൽ എന്താ? എംപറർ മീൻസ് ചക്രവർത്തി എന്നാണ്. എംപറർ മീൻസ് എന്താടാ? ചക്രവർത്തി. എന്താണ് ഒരു രാജാവും ഒരു ചക്രവർത്തിയും തമ്മിലുള്ള വ്യത്യാസം? എന്താണ് ആ ഡിഫറൻസ്? ഒരു രാജാവ് എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്തിൻ്റെ എന്താണ്? അധികാരി. ഒരു പ്രദേശത്തിൻ്റെ അധികാരിയാണ് ആര്? ഈ രാജാവ് എന്ന് പറയുന്നത് അല്ലേ. പക്ഷേ ഒരു എംപറർ, ഒരു ചക്രവർത്തി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഒരു ചക്രവർത്തി എന്ന് പറഞ്ഞാൽ രാജാക്കന്മാരുടെ രാജാവ്. നമ്മൾ പറയില്ലേ രാജാതിരാജ എന്ന് പറയില്ലേ, അതാണ് ചക്രവർത്തി. രാജാക്കന്മാരുടെ രാജാവ്, കിങ് ഓഫ് കിങ്. രാജാക്കന്മാരുടെ രാജാവാണ് ആര്? ചക്രവർത്തി. അതായത് മഹാപത്മനന്ദയുടെ കീഴിൽ ഒരുപാട് രാജാക്കന്മാർ ഇപ്പോൾ ഉണ്ട്. കാരണം പല രാജ്യങ്ങളെ അദ്ദേഹം പിടിച്ചെടുത്ത് വെച്ചൊക്കെയാണ്. സോ അദ്ദേഹം ആരായി? ഇന്ത്യയുടെ ആദ്യത്തെ
ഹിസ്റ്റോറിക്കൽ. ഈ വേർഡ് ശ്രദ്ധിക്കണം, കാരണം ഈ വേർഡ് മാറിയാൽ, ഈ ഹിസ്റ്റോറിക്കൽ വേർഡ് മാറിയാൽ ആൻസറും മാറും കേട്ടോ. അത് വേറൊരാളാണ്, ഇന്ത്യയുടെ ആദ്യത്തെ ചക്രവർത്തി എന്ന് പറയുന്നത് കേട്ടോ. ഇന്ത്യയുടെ ഫസ്റ്റ് എംപറർ വേറൊരാളാണ് കേട്ടോ. ഇവിടെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ഹീസ് ദി ഫസ്റ്റ്, ഈ വാക്കിനാണ് ഇമ്പോർട്ടൻസ്, ഹിസ്റ്റോറിക്കൽ എംപറർ. ഇന്ത്യയുടെ ആദ്യത്തെ ഹിസ്റ്റോറിക്കൽ എംപറർ ആരെന്ന് ചോദിച്ചാൽ ആരാണത്? മഹാപത്മ നന്ദയാണ്. ആരാണ്? മഹാപത്മ നന്ദ. ഈ നന്ദ ഡൈനാസ്റ്റിയുടെ ക്യാപിറ്റലും പാടലിപുത്ര കേട്ടോ, ഒരു മാറ്റവും ഇല്ല കേട്ടോ. നമ്മൾ കണ്ടു ലാസ്റ്റ് പാടലിപുത്ര ആയിരുന്നു ക്യാപിറ്റൽ ആയിരുന്നത്. നന്ദകളും വന്നപ്പോഴും ക്യാപിറ്റലിന് ഒരു മാറ്റമില്ല. നന്ദ ഡൈനാസ്റ്റിയുടെയും ക്യാപിറ്റൽ എവിടെ തന്നെയാണ്? പാടലിപുത്രയിലാണ്. അതിനുശേഷം ഈ മഹാപത്മ നന്ദയ്ക്ക് ശേഷം അധികാരത്തിൽ വന്നത് അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേരാണ് ധനനന്ദൻ എന്ന് പറയും കേട്ടോ. മഹാപത്മ നന്ദയുടെ മകൻ ആരാണ്? ധനനന്ദൻ. മഹാപത്മ നന്ദയുടെ മകൻ ആരാണ്? ധനനന്ദൻ. അപ്പൊ അടുത്ത എംപററാറ്റ് അധികാരത്തിൽ ആര് വരുന്നു? ധനനന്ദൻ വരുന്നു. ആരുടെ മകനാണ്? മഹാപത്മ നന്ദയുടെ മകനാണ് ആര്? ധനനന്ദൻ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ ഒരു സംഭവം ഉണ്ടാവുന്നത്. സംഭവം എന്ന് വെച്ചാൽ ഈ ധനനന്ദൻ മഗധയുടെ റൂളറായി ഇരിക്കുന്ന ആ ടൈം പീരീഡിലാണ്, ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം BC 326 കാലഘട്ടം. BC 326 കാലഘട്ടം. ഈ കാലഘട്ടത്തിലാണ് ഇന്ത്യയിലേക്ക് ഒരു വ്യക്തി കടന്നു വരുന്നത്. ആരാണെന്നറിയോ? BC 326 ഇന്ത്യയിൽ നമ്മുടെ അലക്സാണ്ടർ ചക്രവർത്തി എത്തുന്നത് കേട്ടോ. അലക്സാണ്ടർ ചക്രവർത്തി ഇന്ത്യയിൽ വരുന്നൊരു കാലഘട്ടമാണ് ഏത്? ഈ BC 326 എന്ന് പറയുന്ന ഈ വർഷം. ഈ ഒരു കാലഘട്ടത്തിൽ മഗധയാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ് റൂളർ, എംപയർ. അവിടുത്തെ റൂളർ ആരാ? നമ്മുടെ ധനനന്ദൻ. അങ്ങനെ ഈ അലക്സാണ്ടർ ചക്രവർത്തി ഇന്ത്യയിൽ വരികയും അദ്ദേഹം ഇന്ത്യയിൽ ഒരു യുദ്ധം ചെയ്തിട്ടുണ്ട്. ആ യുദ്ധത്തിൻ്റെ പേരാണ് BC 326 ദ ബാറ്റിൽ ഓഫ് ഹൈഡാസ് പാസ് എന്ന് പറയും, അഥവാ ബാറ്റിൽ ഓഫ് ജലം. നമ്മുടെ ജലം നദിയിലെ ഇൻഡസിൻ്റെ ട്രിബ്യൂട്ടറി അല്ലേ, ഇൻഡസിൻ്റെ ട്രിബ്യൂട്ടറിയാണ് ആര്? ജലം. ഈ ജലത്തിൻ്റെ ഗ്രീക്ക് പേരാണ് ഹൈഡാസ് പാസ്. നമ്മുടെ ജലം നദിയുടെ ഗ്രീക്ക് പേരാണ് എന്ത്? ഹൈഡാസ് പാസ് എന്ന് പറയുന്നത്. ഈ ജലം നദിയുടെ കരയിൽ വെച്ചാണ് ഈ ഒരു യുദ്ധം നടന്നത്. ആരൊക്കെ തമ്മിൽ? അലക്സാണ്ടറും ഇനി ഓപ്പോസിറ്റ് യുദ്ധം ചെയ്ത ആരെന്നറിയോ? ഓപ്പോസിറ്റ് ചെയ്ത ഇന്ത്യൻ റൂളറിൻ്റെ പേരാണ് പോറസ്. നമ്മുടെ ധനനന്ദൻ ഇല്ലേ, നമ്മുടെ ധനനന്ദൻ്റെ കീഴിലുണ്ടായിരുന്ന ഒരു രാജാവായിരുന്നു പോറസ് കേട്ടോ. ഈ ധനനന്ദൻ ഇപ്പോൾ ആരാ? ഒരു ചക്രവർത്തിയാണ്, എംപററാണ് അല്ലേ. അദ്ദേഹത്തിൻ്റെ കീഴിൽ ഇഷ്ടംപോലെ രാജാക്കന്മാരുണ്ട്. അതിലൊരു രാജാവായിരുന്നു ആര്? ഈ പോറസ്. ഈ പോറസ് മാറ്റാണ് ആര് യുദ്ധം ചെയ്തത്? അലക്സാണ്ടർ യുദ്ധം ചെയ്തത്. യുദ്ധം ആര് ജയിച്ചെന്നറിയോ? യുദ്ധം ഡൗട്ടൊന്നുമില്ല, ആര് തന്നെ ജയിച്ചു? അലക്സാണ്ടർ ജയിച്ചു അല്ലേ. നമ്മുടെ അലക്സാണ്ടർ ചക്രവർത്തി പോറസിനെ തോൽപ്പിക്കുകയും ഈ പോറസിൻ്റെ പ്രദേശം ആരങ്ങ് പിടിച്ചെടുത്തു? അലക്സാണ്ടർ ചക്രവർത്തി പിടിച്ചെടുത്തു. ഏത് യുദ്ധത്തിൽ കൂടെ? ബാറ്റിൽ ഓഫ് ഹൈഡാസ് പാസ് എന്ന് പറയുന്ന യുദ്ധത്തിൽ കൂടെ പിടിച്ചെടുത്തു. പക്ഷേ പോറസിനെ തോൽപ്പിച്ചത് പിടിച്ചെടുത്തെങ്കിലും ശരിക്കും അലക്സാണ്ടർ ചക്രവർത്തി പിടിച്ചെടുത്തത് ആരുടെ സ്ഥലമാണ്? ധനനന്ദൻ്റെ. അത് മഗധയുടെ പ്രദേശമാണ്. ധനനന്ദൻ്റെ കീഴിലുണ്ടായിരുന്ന ഒരു രാജാവാണ് ആര്? പോറസ്. പോറസിൻ്റെ പ്രദേശം അദ്ദേഹം പിടിച്ചെടുത്തെങ്കിലും പോറസിൻ്റെ പ്രദേശമാണോ പിടിച്ചെടുത്തത്? അല്ല, മഗധയുടെ ആരുടെ ഭാഗം? ധനനന്ദൻ്റെ ഭാഗമാണ്. അപ്പം അവിടെ ആര് യുദ്ധം ചെയ്യണമായിരുന്നു? പോറസിന് വേണ്ടി അലക്സാണ്ടറുമായിട്ട് ആര് യുദ്ധം ചെയ്യണമായിരുന്നു? ധനനന്ദൻ യുദ്ധം ചെയ്യണമായിരുന്നു അല്ലേ. കാരണം ധനനന്ദൻ്റെ കർത്തവ്യമാണ് ആരെ സഹായിക്കുക എന്നത്, അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള രാജാവിനെ സഹായിക്കുക എന്നത് അല്ലേ. പക്ഷേ ധനനന്ദൻ എന്ത് ചെയ്തില്ല? യുദ്ധം ചെയ്തില്ല. പുള്ളി യുദ്ധം ചെയ്തില്ല. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. പക്ഷെ പുള്ളി അവിടെ യുദ്ധം ചെയ്തിട്ടില്ലായിരുന്നു. ആരുമായിട്ട്? അലക്സാണ്ടറുമായി യുദ്ധം ചെയ്തില്ല. ഈ ഒരു കാരണം അലക്സാണ്ടറുമായിട്ട് ധനനന്ദൻ യുദ്ധം ചെയ്യാത്തത് ധനനന്ദൻ്റെ കൊട്ടാരത്തിലെ പല വ്യക്തികൾക്കും അതിനോട് എന്ത് ചെയ്യാൻ പറ്റിയില്ല? യോജിക്കാൻ പറ്റിയില്ല. കാരണം ധനനന്ദൻ്റെ കീഴിലുണ്ടായിരുന്ന ഒരു രാജാവായിരുന്നു പോറസ്. പോറസിനെ സഹായിക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ ചക്രവർത്തിയുടെ കർത്തവ്യമാണ് അല്ലേ. അതാരും നടപ്പിലാക്കിയില്ല? ധനനന്ദൻ നടപ്പിലാക്കിയില്ല. അങ്ങനെ ധനനന്ദൻ്റെ ഒരു മന്ത്രിയുണ്ട്. ധനനന്ദന് വളരെ ഫേമസ് ആയ ഒരു മന്ത്രി ഉണ്ടായിരുന്നു. മന്ത്രിക്ക് ധനനന്ദൻ്റെ ഈ ഒരു നിലപാടിനോട് എന്ത് ചെയ്യാൻ പറ്റിയില്ല? യോജിക്കാൻ പറ്റിയില്ല. അങ്ങനെ ധനനന്ദൻ്റെ മന്ത്രി, ആ വ്യക്തി അവിടെ കുറച്ച് കളികളൊക്കെ കളിച്ച് നമ്മുടെ ധനനന്ദനെ അധികാരത്തിൽ നിന്ന് എന്ത് ചെയ്യും? പുറത്താക്കും. നമ്മുടെ ധനനന്ദനെ അവിടുത്തെ അധികാരത്തിൽ നിന്നും ആര് പുറത്താക്കും? ആ മന്ത്രി പുറത്താക്കും. പക്ഷെ ആ മന്ത്രി
ധനനന്ദനെ പുറത്താക്കി ആ രാജ്യം ഏറ്റെടുത്തില്ല. അദ്ദേഹത്തിന് അതിനുള്ള ഇതില്ലായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനും അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒരു റിലേറ്റീവ് കൂടിയായ മറ്റൊരു വ്യക്തിക്കാണ് അധികാരം കൈമാറുന്നത്. ആർക്കെന്നറിയോ? നമ്മുടെ മന്ത്രി ആരെന്നറിയോ? നമ്മുടെ ധനനന്ദൻ്റെ മന്ത്രിയുടെ പേരാണ് ചാണക്യൻ. കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ചാണക്യ അഥവാ കൗഡല്യ എന്ന് പറയും അല്ലേ? ചാണക്യൻ അഥവാ കൗഡല്യ, അല്ലെങ്കിൽ യഥാർത്ഥ പേരുണ്ട്, ഇതിൻ്റെ യഥാർത്ഥ പേരുണ്ട് വിഷ്ണുഗുപ്തൻ. ചാണക്യൻ്റെ യഥാർത്ഥ പേരെന്താണ്? വിഷ്ണുഗുപ്തൻ എന്നാണ്. കൗഡല്യൻ്റെ യഥാർത്ഥ പേര് എന്താണ്? വിഷ്ണുഗുപ്തൻ. ആരുടെ മന്ത്രിയായിരുന്നു? ധനനന്ദൻ്റെ മന്ത്രിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ചാണക്യൻ കുറച്ച് കളികളൊക്കെ കളിച്ചു. അധികാരം ആരുടെ കയ്യിൽ നിന്നും? ധനനന്ദൻ്റെ കയ്യിൽ നിന്നും തട്ടിപ്പിടിച്ച് മാറ്റി ആരെ കൈകളിൽ ഏൽപ്പിക്കുമെന്നറിയോ? ചാണക്യൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനും അതിന് ഏറ്റവും വേണ്ടപ്പെട്ട റിലേറ്റീവുമായ ചന്ദ്രഗുപ്ത മൗര്യന് കൈമാറും കേട്ടോ. ആർക്ക് കൈമാറും? ചന്ദ്രഗുപ്ത മൗര്യ. അപ്പൊ നോക്ക്, ചന്ദ്രഗുപ്ത മൗര്യന് കൈമാറുമെങ്കിൽ അവിടെ എന്ത് ഡൈനാസ്റ്റി അവസാനിക്കുന്നു? മഗധ എന്ന് പറയുന്ന എംപയർ അവിടെ അവസാനിക്കുന്നു. കാരണം അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന ഡൈനാസ്റ്റിയാണ് ആര്? മൗര്യ സാമ്രാജ്യം. മൗര്യന്മാരുടെ സ്ഥാപകനാണ് ആര്? ചന്ദ്രഗുപ്ത മൗര്യ എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ ചന്ദ്രഗുപ്ത മൗര്യ അധികാരത്തിൽ വരുന്നു. ആരിൽ കൂടെ? അദ്ദേഹത്തിന്റെ മന്ത്രി വിഷ്ണുഗുപ്തനിൽ കൂടെ. വിഷ്ണുഗുപ്തൻ അഥവാ ചാണക്യന്റെ സഹായത്തോടു കൂടി ചന്ദ്രഗുപ്ത മൗര്യന്മാർ അധികാരത്തിലേക്ക് വരുന്നു. അപ്പൊ അവിടെ എന്ത് അവസാനിച്ചു? മഗധ. അപ്പൊ മഗധയിലെ അവസാനത്തെ ഭരണാധികാരി ആരാണ്? ധനനന്ദൻ. നന്ദാവംശത്തിലെ ധനനന്ദനാണ് മഗധയിലെ അവസാനത്തെ ഭരണാധികാരി കേട്ടോ. ധനനന്ദൻ ഒരു ഗ്രീക്ക് പേരുണ്ട്, അഗ്രാമസ് എന്ന പേരിലാണ് ധനനന്ദൻ ഗ്രീക്ക് കഥകളിൽ അറിയപ്പെടുന്നത് കേട്ടോ. ധനനന്ദന്റെ ഗ്രീക്ക് പേരാണ് എന്ത്? അഗ്രാമസ്. അപ്പൊ ആരാണ് അഗ്രാമസ് എന്ന് ചോദിച്ചാൽ ആരാണ്? ധനനന്ദന്റെ ഗ്രീക്ക് പേരാണ് എന്ത്? അഗ്രാമസ് കേട്ടോ. അപ്പൊ മഗധയിലെ അവസാനത്തെ ഭരണാധികാരി ആരായിരുന്നു? ധനനന്ദന് ശേഷം അവിടേക്ക് വന്ന അധികാരി നെക്സ്റ്റ് റൂളർ ആരാണത്? ചന്ദ്രഗുപ്ത മൗര്യ എന്ന് പറയുമ്പോൾ അടുത്ത ഡൈനാസ്റ്റി ഏതാണ്? മൗര്യ ഡൈനാസ്റ്റിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഈ ഒരു വീഡിയോ സെഷൻ നമ്മൾ കണ്ടത് മഗധയെ പറ്റിയുള്ള കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റ്സുകളാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏൻഷ്യൻറ്റിലെ കഥകളെന്ന് പറയുന്നത് എപ്പോഴും കെട്ടുകഥകളും അല്ലാത്ത കഥകളുമാണ്. നമുക്കൊരു കൃത്യമായി തന്നെ ഒന്നും തന്നെ പറയാൻ സാധിക്കില്ല. എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ ഇവിടെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ കണ്ടതാണ് ശിശുനാഗ ഡൈനാസ്റ്റിയിലെ അവസാനത്തെ റൂളർ മഹാനന്ദൻ എന്ന് പറയുന്നു അല്ലേ? മഹാനന്ദനെ കൊന്നത് മഹാനന്ദൻ്റെ മകനായ മഹാപത്മനന്ദ എന്നും പറയുന്നുണ്ട് അല്ലേ? അതായത് ചില കഥകളിൽ പറയുന്നത് ഈ മഹാപത്മനന്ദ നമ്മുടെ മഹാനന്ദൻ്റെ മന്ത്രിയായിരുന്നെന്നും പറയുന്നുണ്ട് ചില കഥകളിൽ. അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഈ ഒരു ഏൻഷ്യൻറ്റിലെ തന്നെ പല കാര്യങ്ങളും നമുക്ക് കൃത്യമായി എന്തില്ല, കഥകളുടെ ഒന്നും എവിഡൻസ് ലഭിച്ചിട്ടില്ല. ഓരോരുത്തരും അവരുടേതായ പെർസ്പെക്റ്റീവിലാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഓക്കെ, പക്ഷെ നമുക്കെപ്പോഴും ആവശ്യം പോയിന്റ്സ് ആണ്. നമുക്കെപ്പോഴും ആവശ്യം എന്താണ്? എക്സാം പോയിന്റ്സ് ആണ്. നമ്മുടെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് എപ്പോഴും വേണ്ടത് പോയിന്റ്സ് ആണ്. ആ പോയിന്റ്സ് രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ രീതിയിൽ നമ്മളത് ബിൽഡ് ചെയ്ത് ഒരു കഥയാക്കി സെറ്റ് ചെയ്ത് എപ്പോഴും പഠിക്കാൻ ട്രൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് മഗധ എംപയറിനെ പറ്റി പഠിക്കേണ്ടത്. ഓക്കെ, നമുക്ക് അടുത്ത സെഷനിൽ നമുക്ക് ചന്ദ്രഗുപ്ത മൗര്യ തുടങ്ങി വെച്ച മൗര്യ സാമ്രാജ്യത്തെ പറ്റി നമുക്ക് പഠിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.